ഭാഗ്യതേ ഇനി നിന്ന വൈകൂട്ടോ. അമ്മ ഈ ജംഗ്ഷൻ എത്തിന്നല്ലേ പറഞ്ഞേ, അമ്മ വന്നിട്ട് പോകാം. അച്ഛമ്മ വരുന്നവരെ ഞങ്ങൾ നിന്നോളാം അമ്മേ. ഇനി പരീക്ഷ എഴുതാൻ വൈകും, അമ്മ പോകാൻ നോക്ക്. അതേടി കണ്ണൂര് വരെ പോകണ്ടേ? അതെ അമ്മ വന്നല്ലോ. ഇതെന്താടി മുറ്റത്ത് നിൽക്കുന്നേ? ഞാൻ വരുന്നതിന് മുമ്പേ പോകാൻ ധൃതിയായോ? അതമ്മേ കണ്ണൂര് വരെ പോകണ്ടേ പരീക്ഷ എഴുതാൻ, അതുകൊണ്ടാ. ജോലി കിട്ടിയാലും ഇനി കണ്ണൂർ വരെ പോകേണ്ടി വരുമോ? പണ്ട് അമേരിക്ക പോയതുപോലെ. എന്റെ പൊന്നമ്മ അതുപോലെയാണോ? ഇത് ഗവൺമെന്റ് ജോലി, എവിടെ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കേരളത്തിനുള്ളിലായിരിക്കും. ഞങ്ങൾ പോട്ടെ, ട്രെയിൻ മിസ്സാകും. കുണുക്കാ കുണുക്കി ഫുഡൊക്കെ കഴിച്ച് നിൽക്കണോട്ടോ. അമ്മ വരുമ്പോ കിൻഡർ ജോയ് കൊണ്ടുവരാം. അമ്മേ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണേ. പിന്നെ ദേ ഞാനൊരു റെഡ് വെൽവെറ്റ് ഐസ്ക്രീം വാങ്ങി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഈ റെഡ് വെൽവെറ്റോ? അതെപ്പോഴാച്ചാ വാങ്ങിയേ? എന്നിട്ട് ഞങ്ങളോട് ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ അത് ഇന്ന് തീർന്നേനെ. ഐസ്ക്രീം വാങ്ങി വെച്ചത് വേറൊന്നിനുമല്ല, കണ്ണൂർ പോയിട്ട് വരാൻ ഒരുപാട് വൈകും. അതുകൊണ്ടേ ഞാൻ വാങ്ങി വെച്ചതാ. നിങ്ങൾ വല്ലാതെ ബഹളം വെക്കുമ്പോൾ അച്ചാമ്മനെ കൊണ്ട് എടുപ്പിച്ച് കൊടുക്കാനായിട്ട്. എന്റെ അടുത്ത് ഇവരുടെ ഒരു ബഹളവും നടക്കൂല. അതിന് ഐസ്ക്രീമും വേണ്ട, ഒന്നും വേണ്ട. ശരി മക്കളെ, എന്നാ അമ്മ പോയിട്ട് വരാട്ടോ. അപ്പൊ പറഞ്ഞ പോലെ അമ്മ ഉച്ചയാകുമ്പോ ഐസ്ക്രീം എടുത്ത് കൊടുത്തേക്ക്. അയ്യടാ, ഞാനിപ്പോ വന്ന് കേറിയതേ ഉള്ളൂ. നിങ്ങൾ രാവിലെ എന്തെങ്കിലും കഴിച്ചോ? ഉച്ചക്ക് എന്തെങ്കിലും കഴിച്ചോ? അതൊക്കെ കഴിഞ്ഞിട്ട് മതി ഐസ്ക്രീം. കേറ് കേറ്, അകത്തേക്ക് കേറ്. ഗീതയും മാധവനും വന്ന വരെ ഞാൻ പറയണ കേട്ട് നിന്നോളണം, കേട്ടല്ലോ. ആ മക്കളെ, പണി കൊടുക്കാൻ പോയാ പിന്നെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം അച്ഛമ്മ എടുത്ത് തരൂലാട്ടോ. ഓ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം, എത്ര നാളായി ഒരു ഐസ്ക്രീം തിന്നിട്ട്. ഓ ഇത് മുഴുവനും തിന്ന് തീർക്കണം. ആ പുള്ളങ്ങൾ കാണുന്നേ മുമ്പ് അകത്താക്കണം. അയ്യോ വരുന്നുണ്ട് നാശം. ഐസ്ക്രീം മാറ്റി വെക്കട്ടെ. ആ കുണിക്കും കൊടുക്കാനായിരുന്നോ? എന്താണ് അടുക്കളയിലോട്ടൊക്കെ? വിശക്കണമെങ്കിൽ വാ, ഞാൻ രണ്ടുപേർക്ക് ചോറ് വാരി തരാം. ചോറ് വേണ്ട. ചോറ് വേണ്ടേ? പിന്നെ വിശക്കുന്നു പറഞ്ഞിട്ട് ഐസ്ക്രീമോ? വിശക്കുമ്പോ ആരെങ്കിലും ഐസ്ക്രീം ആണോ തിന്നുന്നേ? വിശക്കുമ്പോ ഇവിടെ ചോറോ പുട്ടോ കറിയോ നല്ല സ്നാക്സോ എടുത്ത് കഴിക്കണം. ഐസ്ക്രീം അല്ലേ തിന്നുന്നേ? അച്ഛൻ പറഞ്ഞെങ്കിലേ അച്ഛൻ വരുമ്പോ ചോദിച്ചാ മതി. ദേ ഞാൻ നിങ്ങളെ നോക്കാനാ വന്നിരിക്കണേ. ഐസ്ക്രീം ഒക്കെ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുമയും കപക്കെട്ട് വരും. എന്നിട്ട് നിങ്ങളുടെ അമ്മ ഗീത പറയും ഞാൻ നിങ്ങളെ നോക്കിയില്ലെന്ന്. അത് പറ്റില്ല, ഐസ്ക്രീം ഒന്നും ഞാൻ തരില്ല. ദേ പിള്ളേരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഐസ്ക്രീം ചോദിച്ച് എന്റെ അടുത്ത് ശല്യത്തിന് വന്നാൽ ഞാൻ ഇപ്പൊ തന്നെ ഓട്ടോ വിളിച്ച് എന്റെ വീട്ടിൽ പോകും. പിന്നെ അറിയാലോ, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അമ്മ ആശുപത്രി പോയപ്പോ ഇവിടെ കള്ളം വന്നത് അറിയാലോ. പെപ്പർ സ്പ്രേ ഒക്കെ എപ്പോഴും ഉണ്ടാകുന്നില്ല, കള്ളം വന്ന് പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് മിണ്ടാതിരുന്നോ. ഒരു ഐസ്ക്രീമിന് വന്നേക്കുന്നു. പോയോ നാശം പിടിച്ച പിള്ളേര്. ഓ ഐസ്ക്രീം ഞാൻ എടുത്തതേ ഉള്ളൂ, മണം പിടിച്ച് വന്നേക്കുന്നു. ചോറ് കൊടുത്ത് എക്കത്തിന് ഉറക്കി കിടത്തണം, എന്നിട്ട് ഒറ്റക്ക് ഐസ്ക്രീം തിന്നണം. ഓ ശ്വാസം മുട്ടുള്ളത് കൊണ്ട് എത്ര നാളെ ഐസ്ക്രീം തിന്നിട്ട്. ആരും മേടിച്ചും കൂടി തരില്ല, ഇന്ന് എന്തായാലും തിന്നണം. എന്താ കുടിക്കുമ്പോൾ ഒരു സങ്കടം? അമ്മ പരീക്ഷ എഴുതാൻ പോയിട്ടാണോ? അമ്മ വരൂട്ടോ. ഐസ്ക്രീം ഒക്കെ ഉണ്ട്, അതൊക്കെ തരാന്ന് പറഞ്ഞില്ലേ? അച്ഛമ്മ തന്നില്ലേ? അതെന്താ? ചിലപ്പോ ഉച്ചക്ക് ചോറൊക്കെ തിന്നു കഴിയുമ്പോ തരുമായിരിക്കും. അങ്ങനെയല്ലേ അച്ഛൻ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അച്ഛമ്മ പറഞ്ഞ ഐസ്ക്രീം നിന്നാൽ കപക്കെട്ടും ചുമയും തലവേദന വരുമെന്ന് പറഞ്ഞു. ഐസ്ക്രീം തിന്ന അച്ഛമ്മ ഓട്ടോറിക്ഷയില് കാശ് കൊടുത്ത് പോകും. അപ്പൊ അച്ഛമ്മ പറയണേ നിങ്ങളുടെ അമ്മയുടെ ആശുപത്രി പോയപ്പോ കള്ളം വന്നത് കണ്ടോന്ന് പറഞ്ഞു. അതുകൊണ്ടാ. അയ്യോ അത് നേരാ കുണിക്ക്. അച്ഛമ്മ പറയണ കേട്ടില്ല, അച്ഛമ്മ പോയി കളയും. കഴിഞ്ഞ ദിവസം ഇവിടെ കള്ളം കയറിയില്ലേ, അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്കിരിക്കാനും പറ്റൂല. തൽക്കാലം അച്ഛമ്മ പറയണ കേൾക്കാം. എന്നിട്ട് അച്ഛനും അമ്മയും വരുമ്പോ നമുക്ക് ഐസ്ക്രീം കഴിക്കാം. അത് വേണ്ട. എന്റെ കുണിക്കുമോക്ക് ഇപ്പൊ വേണോ ഐസ്ക്രീം? വേണം. എന്നാ വാ, കുണിക്കുമോക്ക് വേണ്ടി നീ ഇത് ചേച്ചി ചോദിച്ച് മേടിച്ചു തരാം, വാ. നല്ല ടേസ്റ്റ്. ആദ്യമായിട്ടാ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം കഴിക്കുന്നേ. അയ്യോ അച്ഛമ്മ ഐസ്ക്രീം കട്ട് തിന്നുന്നു. അത് മുഴുവനും തീർക്കും. നല്ല ടേസ്റ്റ്. ഓ ഇത് മുഴുവൻ തിന്നണം. പിള്ളേര് ചോദിച്ചു വന്നാൽ ചുമ വരുമെന്ന് പറഞ്ഞു ഒറ്റ എണ്ണത്തിന് ഞാൻ കൊടുക്കില്ല. ഓ എന്താ ടേസ്റ്റ്. അയ്യോ നേരത്തെ വന്ന പോലെ മണം പിടിച്ച് വേണമെങ്കിൽ വരും. മുറി പോരുന്ന് കഴിക്കാം. കുണിക്കുമോളെ ഇതേ ഐസ്ക്രീം പകുതിയും തീർത്തു. അച്ഛമ്മക്ക് തിന്നാൻ വേണ്ടിയാ നമുക്ക് തരൂലെന്ന് പറഞ്ഞേ. ഐസ്ക്രീം പാത്രത്തിൽ കുറച്ചേ ഉള്ളൂ. നമ്മ എടുത്തു കഴിഞ്ഞാൽ വീട് വിട്ട് പോകുന്നല്ലേ അച്ഛമ്മ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒറ്റക്കായിട്ട് ഇന്നലത്തെ പോലെ കള്ളം വന്നാലോ? ഓ എന്നാലും കുറച്ച് പോലും നമുക്ക് തരുന്നില്ലല്ലോ. അച്ഛമ്മ കൊണ്ടുപോയി ഐസ്ക്രീം തീർന്നു കഴിയുമ്പോ ബാക്കി എടുക്കാൻ പിന്നെയും വരും. വിഷമിക്കട്ടെ കുണിക്ക്, നമുക്ക് അച്ഛമ്മക്കിട്ടൊരു പണി കൊടുത്താലോ? ഈ ഐസ്ക്രീം റെഡ് വെൽവെറ്റാ, നല്ല റെഡ് കളർ. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് വെക്കാം. അച്ഛമ്മക്ക് മനസ്സിലാകൂല, കട്ട് തിന്നുമ്പോഴേ എരിയുമ്പോ പഠിച്ചോളൂ. എന്നാ മാർക്കി കുണിക്ക്, ഞാൻ വേഗം കുറച്ച് മുളക് പൊടി ഇട്ട് വെക്കട്ടെ. കഴിഞ്ഞു വേഗം ഓടിക്കും, അച്ഛമ്മ ഇപ്പൊ വരും. ആരും അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടിയോ? എനിക്ക് തോന്നിയതായിരിക്കും.
ഇനി അവരെങ്ങാനും കണ്ടു കാണോ? ഇല്ല, അവളുമാര് കണ്ടെങ്കിൽ ഈ ഐസ്ക്രീം ഇവിടെ വെച്ചിട്ട് പോയില്ലല്ലോ. എന്തായാലും ഈ ഐസ്ക്രീം ഇവിടെ ഇരിക്കണ ആപത്താ, മുറിയിലോട്ട് എടുത്തോണ്ട് പോവാം. നല്ല റെഡ് വെൽവെറ്റ്, വാ നമുക്ക് മുറി പോകാം. നല്ല സ്മെല്ല്. അല്ല, മാധവൻ വരുമ്പോ കുട്ടികൾക്ക് കൊടുത്തില്ലേന്ന് ചോദിച്ചാ അന്നേരം എന്തെങ്കിലും പറയാം. ഞം 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 ഞം. അയ്യോ, ഇതെന്താ എന്തൊരു എരിവ്! അയ്യോ എന്റെ നാക്ക്, അയ്യോ എരിയുന്നേ, അയ്യോ എന്റെ നാക്കി വെള്ളോടെ. അച്ഛമ്മ ഐസ്ക്രീം നന്ദിയില്ല. വിഷമിക്കാതെ കുണുക്കാം, നമുക്ക് അച്ചമ്മക്കിട്ടൊരു പണി കൊടുക്കാം. എന്താണ് ഐസ്ക്രീം കിട്ടാത്തതിൽ കുണുക്കന്റെ സങ്കടം മാറിയില്ലേ? അച്ഛമ്മക്കിട്ടൊരു പനി കൊടുത്തു കൊടുക്കാ. പണിയോ? എന്ത് പണി? അയ്യോ എന്റെ നാക്കി, അയ്യോ വെള്ളം കൊണ്ടുവാ. ഒന്ന് മാറി നിക്കടി. ഇതെന്താ ഈ അച്ചമ്മക്ക് പറ്റി? എങ്ങോട്ടാ ഓടുന്നേ? ഐസ്ക്രീം തിന്നതാ. അയ്യോ അയ്യോ തൊണ്ട എരിയണേ, അയ്യോ മാറടി. അമ്മേ അമ്മ ഇത് എങ്ങോട്ടാ പോകുന്നത്? എന്ത് പറ്റി? പറ്റാനൊന്നും ഇല്ലടാ. എന്താ മാധവൻ ചേട്ടാ അമ്മക്ക് പറ്റിയേ? എനിക്കറിയില്ലടി, തൊണ്ട എരിയുന്നൊക്കെ പറഞ്ഞല്ലോ, എന്താ പറ്റിയെന്നാവോ? എന്ത് വിഷാടാ നീ മേടിച്ചോണ്ട് വന്നേ അവന്റെ ഒരു ഐസ്ക്രീം? എന്ത് പണിയാ പിള്ളേരെ നിങ്ങൾ ഒപ്പിച്ചേ? മര്യാദക്ക് പറഞ്ഞോ, അച്ചാമ്മയുടെ തൊണ്ടക്ക് എന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ ഓടുന്നേ? മര്യാദക്ക് സത്യം പറഞ്ഞാ കൊള്ളാം. അത് അമ്മ ഞങ്ങൾക്ക് നുണ പറയാനാ ഉദ്ദേശമെങ്കിൽ എന്റെ നല്ലത് കിട്ടും. സത്യം പറഞ്ഞോ, എന്താ സംഭവിച്ചേ? കുർത്തങ്ങിട്ട് പിള്ളേര് നിക്കണ കണ്ടില്ലേ? എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. എന്റെ വായും തൊണ്ടേ പൊള്ളി. ഇതിനാണോ മാധവ നീ പിള്ളേരെ നോക്കണമെന്ന് പറഞ്ഞ ഇങ്ങോട്ട് വിളിച്ചത്? നീതു നിത്യേ, എന്താ മിണ്ടാത്തെ? നിങ്ങൾ അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. എന്താ സംഭവിച്ചെന്ന് പറ. ഞാൻ പറഞ്ഞോളാം അച്ഛാ. ഈ പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം തരാത്ത കൊണ്ടാ ഞങ്ങൾ ഐസ്ക്രീം മുളകിട്ട് കൊടുത്തു. അതാ അച്ഛമ്മ ഇങ്ങനെ മൂളണേ. ഐസ്ക്രീമിൽ മുളകിട്ട് വെച്ചോ? എന്തൊരു പിള്ളേരിത്! ഇതേപോലെ നശിച്ച പിള്ളേർ ഞാൻ കണ്ടിട്ടില്ല. വെറുതെ അല്ല എന്റെ തൊണ്ടെന്നാവും പൊള്ളിയത്. കുണിക്ക് എന്തായാലും മുളകെടുക്കില്ലെന്ന് എനിക്കറിയാം. ആരെ കുണിക്ക് അത് ചെയ്തേ? നീതുവാണോ നിത്യാണോ? പറ. അമ്മ ഞങ്ങൾ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അത് ചേച്ചി ഞാനുകൂടി മുളകിട്ട് വെച്ചതാ. കഴിക്കുന്ന ഭക്ഷണത്തിലാണോ കുരുത്തക്കേട് കാണിക്കുന്നത്? രണ്ടിനെ ഞാനിന്ന് ശരിയാക്കുന്നുണ്ട്. അച്ഛാ അച്ഛാ, എനിക്ക് ഐസ്ക്രീം തന്നില്ല. അച്ഛമ്മ പറയൂ ഐസ്ക്രീം തിന്നാൻ. ഞാന് അച്ഛമ്മ ഓട്ടോറിക്ഷ വിളിച്ച് ഇപ്പൊ പിന്നെ വീട്ടിലെത്തൂന്ന് ഞങ്ങള്. അപ്പൊ അച്ഛമ്മ പറയാണെങ്കിൽ ഒരു കഴിഞ്ഞ ദിവസം കള്ള വന്നതെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറയൂ. ഞങ്ങൾക്ക് കൊതി വന്നിട്ട് വയ്യായിരുന്നു വെച്ചാൽ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം ഞങ്ങൾ കഴിച്ചിട്ടും കൂടിയില്ല. ഞങ്ങൾ ചോറുന്നതിന് ഐസ്ക്രീം ചോദിക്കാൻ ചെന്നപ്പോൾ അച്ചാമ്മ തന്നില്ല. എന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ അച്ചാമ്മ അത് ഒളിച്ച് പകുതിയും തിന്നോ, ബാക്കി മുറിയിലോട്ട് എടുത്തോണ്ട് പോയി. ഞങ്ങൾക്ക് തരാതെ തിന്നുകൊണ്ടാ ഞാനതിൽ മുളക് പൊടി ഇട്ടെ. തന്നില്ലാന്ന് പറഞ്ഞ് മുളക് പൊടി ഇടണോ? എന്തായാലും കുട്ടികളെ നിങ്ങൾ ചെയ്തത് തെറ്റാ. പിന്നെ അമ്മേനോട് ഇത്രയ്ക്കില്ലാത്ത കുട്ടികൾ ഐസ്ക്രീം കാണിച്ചിട്ട് കൊടുക്കൂലെന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? ഇനി മേലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. ഇതേപോലുള്ള കുരുത്തക്കേട് കാണിക്കരുത്, കേട്ടല്ലോ? രണ്ടടി കൂടി കൊടുക്കടാ. എന്റെ പൊന്നമ്മേ, ഈ ഐസ്ക്രീം ഒക്കെ കുട്ടികളെ കാണിച്ചിട്ട് പിന്നെ കൊടുക്കൂലെന്ന് പറഞ്ഞാൽ അവർ ഇതിന്റെ അപ്പുറം ചെയ്തില്ലെങ്കിലല്ല അത്ഭുതം. ഇന്ന് തന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് കരുതി വന്നതാ. ഇനി ഞാൻ പോണില്ല പിള്ളേരെ. നിങ്ങളൊരു പാഠം പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ.